ഹായ് ഹലോ കൂട്ടുകാരെ, മൂവി മെലൺ ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ബെല്ലൈക്കൺ പ്രസ് ചെയ്യണേ. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് പവിത്ര സീരിയലിനെ കുറിച്ചാണ്. ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചാണ്. അച്ചമ്മ വന്നിട്ട് കമലനോട് പറയും, സുധാകരൻ അവിടെ വേദയുടെ വീട്ടിൽ നിന്ന് ഇപ്പോൾ ആൾ വരും, നമുക്ക് പോകാനുള്ളതല്ല, എല്ലാവരും റെഡി ആയിക്കണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ കമല പറയും, ഇതാ വരണം അമ്മേ എന്ന് പറഞ്ഞ് അവിടുന്ന് പോവും. പിന്നെ കാണിക്കുന്നത് നന്ദിനി പറയും, എനിക്കും വരണം അച്ചമ്മ വേദയുടെ വീട്ടിലേക്ക് എന്ന് പറയും. വിശ്വം പറയും, എനിക്ക് ജോലിക്ക് പോകാനുണ്ട്, ഞാൻ ഇപ്പോൾ ഇറങ്ങും എന്ന് പറയും. അപ്പോൾ ശ്രീചേച്ചിയും വരണം എന്ന് പറയും. അപ്പോൾ അച്ചമ്മ പറയും, നന്ദിനി വന്നോട്ടെ, ബന്ധുത്വം കൂടുന്ന നല്ലതല്ലേ, ബന്ധു വീട്ടിലേക്ക് പോകുന്നതൊക്കെ നല്ലതാണ് എന്ന് പറയും. അങ്ങനെ പിന്നെ കാണിക്കുന്നത് വിനായകൻ ചോദിക്കും നന്ദിനിയോട്, ഇനി പോകുന്നത് വേറെന്തോ ഉദ്ദേശത്തിനല്ലാതെ വർഷേച്ചേറ്റും സംസാരിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം എന്ന് പറയും. പിന്നെ സുധാകരൻ്റെ അടുത്ത് വന്നിട്ട് പറയും, നീ റെഡിയാവ്, പത്മം വേദയുടെ മുത്തശ്ശിയും ഇപ്പോൾ വരും, നമ്മളെ കൂട്ടി കൊണ്ടാവും എന്ന് പറഞ്ഞ് ഞാൻ വരണം എന്ന് പറഞ്ഞ് സുധാകരൻ മാഷിന് ഒരു ചടപ്പുണ്ടാവും. പെട്ടെന്ന് റെഡി ആയിക്കോ, അവരിപ്പോൾ കൂട്ടാൻ വരും എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനകത്തേക്ക് പോകുന്നതാണ്. പിന്നെ കാണിക്കുന്ന വേദ കുളിച്ച് വരുന്നതാണ്. അച്ചമ്മ ചോദിക്കും, വേദേ വിക്രം എവിടെ? വിക്രം റൂമിലുണ്ട് അച്ചമ്മ, എന്നെ പെട്ടെന്ന് റെഡി ആയിക്കോ എന്ന് പറഞ്ഞ് അച്ചമ്മ വിക്രത്തിൻ്റെ റൂമിലേക്ക് ചെല്ലുമ്പോൾ വിക്രം അവിടെ മടി പൊടിച്ച് ചടഞ്ഞു കൂടി ഇരിക്കുകയാവും. വിക്രം, നീ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്, വേഗം കുളിച്ച് റെഡിയാവ്, വേദയുടെ മുത്തശ്ശി ഇപ്പോൾ വരും വിളിക്കാൻ എന്ന് പറയും. പിന്നെ കാണിക്കുന്നത് പത്മ മുത്തശ്ശിയും കൂടി വരുന്നതാണ്. അച്ചമ്മ പറയും, വരൂ അകത്തേക്ക് ഇരിക്കാം എന്ന് പറയും. കമല, ഇതാ വേദ മുത്തശ്ശിയും പത്മൊക്കെ വന്നിരിക്കുന്നു എന്ന് പറയും. അങ്ങനെ വീട്ടിലേക്ക് വിളിക്കും. വീട്ടിൽ വിളിച്ചിരുത്തിയിട്ട് പറയും, വിളക്ക് കൊളുത്തിയിട്ട് ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടുന്ന് ഇറങ്ങാം എന്ന് പറയും. അങ്ങനെ വേദയും വിക്രമും കൂടി വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കും. പിന്നെ കാണിക്കുന്നത് വിശ്വം പറയും, എനിക്ക് പോകണം, അച്ഛമ്മയോട് വേദയുടെ മുത്തശ്ശിയോട് പറയും, എനിക്ക് ഓഫീസിൽ പോകണം എന്ന് പറയും. അപ്പോൾ വിനായകനും പറയും, ഞാനും ഇറങ്ങുകയാണ്, പിന്നെ കാണാം എന്ന് പറയും. അങ്ങനെ എല്ലാവരും കൂടി വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചിട്ട് വേദയുടെ വീട്ടിലേക്ക് പോകുന്നതാണ്. പിന്നെ കാണിക്കുന്ന വേദയുടെ വീട്ടിൽ ശ്രീകാന്ത് വന്ന് അച്ഛനോട് വന്നിട്ട് പറയും, അവരെല്ലാവരും കൂടി എത്തിയിട്ടുണ്ട്, എല്ലാവരും ഉണ്ട് എന്ന് പറയുമ്പോൾ അച്ഛനൊന്നും പറയില്ല. ശ്രീകാന്തിന് അതൊട്ടും ഇഷ്ടമായിട്ടുണ്ടാവില്ല വന്നത്. അപ്പോൾ ദീപ്തി ചോദിക്കും, എല്ലാവരും ഉണ്ടോ വേദേച്ചി, എല്ലാവരും വന്നിക്കണമെന്ന് അറിയുമ്പോൾ ആവം ഇനി പോയി നോക്കി എന്ന് പറഞ്ഞ് ശ്രീകാന്ത് അങ്ങനെ വീട്ടിലെത്തുമ്പോൾ എല്ലാവരും വന്നിറങ്ങും. അങ്ങനെ പത്മം പറയും, വേദയും വിക്രമും മുമ്പ് 2 തവണ ഇവിടെ വന്നിട്ടുണ്ട്, അതുപോലെ അല്ലല്ലോ എല്ലാവരും വന്ന് ഒരു മിനിറ്റ് ഞങ്ങൾ ഉള്ളിൽ പോയിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വിളിക്കാം എന്ന് പറയും. അങ്ങനെ പത്മം വന്നിട്ട് ശങ്കരേട്ട ശ്രീകാന്ത് വന്നില്ലെങ്കിൽ വേണ്ട, ശങ്കരേട്ടൻ വന്ന് അവരെ വിളിക്കൂ എന്ന് പറയും. അവർ പുറത്ത് നിൽക്കുമെന്ന് പറയും. വിളക്കറ്റ് വരും. സുധമാഷ് പറയും, നമ്മൾ എത്ര നേരമായി ഇവിടെ വന്നിട്ട് ഒരാളും വന്ന് നോക്കുന്നില്ല, വരണ്ടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ നന്ദിനി പറയും, എത്ര വലിയ വീടാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എല്ലാവരും കൂടി വന്ന് വിളക്ക് വെച്ച് ഇവരെ അകത്തേക്ക് കയറ്റും. ആ സമയത്ത് അച്ചമ്മ പറയും, ചെറുക്കൻ്റെ കാല് കഴുകി അളിയനെ സ്വീകരിക്കണം, അതാണ് പതിവ്. മുത്തശ്ശി പറയും, അതെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ് വെള്ളം കൊടുന്ന് ശ്രീകാന്തിനെ കൊണ്ട് വിക്രമിൻ്റെ കാല് കഴുകിച്ച് അകത്തേക്ക് കയറ്റി എല്ലാവരും കൂടി ജ്യൂസൊക്കെ കുടിച്ച് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ വേദയുടെ മുത്തശ്ശി പറയും, വേദമോള് അന്ന് കുഞ്ഞിനെ കാണാൻ വന്നപ്പോൾ കുഞ്ഞിനെ കണ്ടിട്ടില്ലല്ലോ, എവിടെ? കുഞ്ഞിനെ കൊടുന്ന് കാണിച്ചു കൊടുക്കാൻ പറയും. വേദ അന്ന് വന്നിട്ട് കുഞ്ഞിനെ കാണിച്ചു കൊടുത്തിട്ടില്ല ശ്രീകാന്ത് എന്ന് പറയും. വർഷയും ശ്രീകാന്തും കൂടി വേദക്ക് കാണിച്ചു കൊടുക്കണം എന്ന് പറയും. അപ്പോൾ ശ്രീജാർത്തി പറയും, കുഞ്ഞിന് കൊടുന്ന ഗിഫ്റ്റ് ഉണ്ടല്ലോ അമ്മേ എന്ന് പറയുമ്പോൾ വേദ ആദ്യം ഷോക്കാവും. വേദ അറിയില്ല ഗിഫ്റ്റ് വാങ്ങിയതൊന്നും. അങ്ങനെ വർഷയും ശ്രീകാന്തും കൂടി ഗിഫ്റ്റ് കുഞ്ഞിനെ കാണിച്ചു കൊടുത്തു. വേദ കുഞ്ഞിനെ വിക്രമിന് കാണിച്ച്